ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. ഒരു സാബത്ത് ദിവസം യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നു. ഫരിസേയരിൽ ചിലർ ചോദിച്ചു, സാബത്തിൽ നിഷിദ്ധമായത് നിങ്ങൾ ചെയ്യുന്നതെന്ത്? പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. ഒരാഴ്ചയുടെ അവസാന ദിവസം, അത് ഈശ്വരാരാധനയ്ക്കും വിശ്രമത്തിനും വേണ്ടി വേർതിരിക്കപ്പെട്ട വിശുദ്ധ ദിനം സാബത്ത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു ഫരിസേയരുമായി സാബത്തിൽ അനുവദനീയമായ കാര്യങ്ങളെക്കുറിച്ച് നടത്തിയ 2 തർക്കങ്ങൾ, അതിൽ ഒന്നാമത്തെ തർക്കമാണ് ഇവിടെ ഈ സമയം നടക്കുന്നത്. എന്താണ് ഇവിടെ ശിഷ്യർ ചെയ്ത തെറ്റ്? വയലിൽ കൂടി നടക്കുന്ന ശിഷ്യർ ഗോതമ്പ് മണി പറിച്ചു തിന്നുന്ന കാഴ്ച ഫരിസേയരെ ചൊടിപ്പിക്കുകയാണ്. ശിഷ്യർ അന്യൻ്റെ വയലിലെ വിളവുകളാണ് പറിച്ചെടുക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അന്യൻ്റെ മുതൽ മോഷ്ടിക്കുന്നതിന് തുല്യം. എന്നാൽ നമുക്ക് കാണാം, ഇവിടെ ഫരിസേയർ അങ്ങനെ നിൻ്റെ ശിഷ്യർ എന്തിനാണ് മോഷ്ടിച്ചു തിന്നുന്നത് എന്ന ഒരു ചോദ്യമല്ല ഇവിടെ ചോദിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 23-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമുക്ക് ആ കാരണം കാണാം. ആ വാക്യം ഇങ്ങനെയാണ്: അയൽക്കാരൻ്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ കൈ കൊണ്ട് കതിരുകൾ പറിച്ചെടുത്തു കൊള്ളുക, അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത് എന്ന ഒരു വാക്യം. അതെ, വിശന്നാൽ മറ്റുള്ളവരുടെ ഗോതമ്പ് വയലിൽ നിന്നും ആവശ്യമുള്ള ധാന്യം കൈകൊണ്ട് പറിച്ചെടുക്കുവാൻ അനുവാദമുള്ള മോശയുടെ നിയമം. അതുകൊണ്ട് തന്നെ ഫരിസേയർക്ക് അതൊരു കംപ്ലൈൻ്റ് ആയിരുന്നില്ല. എന്നാൽ ഇവിടെ അവർ സാബത്തിനെ ബഹുമാനിക്കുന്നില്ല. യഹൂദരുടെ കാലാകാലങ്ങളായി തുടരുന്ന പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഇവിടെ അവർ കതിരുകൾ പറിക്കുകയും കൈകൊണ്ട് തിരുമ്മി, എന്ന് വെച്ചാൽ ഒരു വേലയിൽ ഏർപ്പെട്ട്, സാബത്തിൽ കൽപ്പിച്ചിട്ടില്ലാത്ത വേലയിൽ ഏർപ്പെട്ട് ഭക്ഷിക്കുന്ന ശിഷ്യന്മാർ. സാബത്തിനെ അശുദ്ധമാക്കിയ, സാബത്തിൽ നിഷിദ്ധമായിരിക്കുന്ന ഒരു കാര്യം ചെയ്ത ആ ശിഷ്യർ എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്ന, യേശുവിനെ അനുഗമിക്കുന്ന, ഒരുപക്ഷെ യേശുവിനെ അടുത്തറിയുവാൻ, യേശുവിനെ സ്നേഹിച്ചു തുടങ്ങിയ ചില ഫരിസേയരായിരിക്കണം അവരുടെ കൂടെ ആ സമയം ആ വയലിൽ ഉണ്ടായിരുന്നത്. യേശു ഒരു യഥാർത്ഥ യഹൂദനാണെങ്കിൽ എന്ത് ആക്ഷൻ എടുക്കും എന്നറിയുവാനുള്ള ഒരു ആകാംക്ഷ ആ ചോദ്യം ചോദിച്ച ഫരിസേയർക്കുണ്ടായിരുന്നിരിക്കണം. എന്നാൽ അവർ അറിയുന്നില്ല, സാബത്തിൻ്റെയും കർത്താവായ മനുഷ്യാവതാരമെടുത്ത ദൈവത്തിനോടാണ് തങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന്. ഇന്ന് നമുക്ക് സാബത്തിൻ്റെ കർത്താവായ യേശു ആരാണ്? മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി തൻ്റെ ജീവൻ ക്രൂശിൽ വെടിഞ്ഞ് 3-ാം നാൾ ഞായർ നാളിൽ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവൻ. ഇന്ന് നാം ഓരോരുത്തരും ആ വിശുദ്ധ ദിനത്തിൽ അവനെ, ഉദ്ധിതനായ കർത്താവിനെ ആരാധിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ വിശുദ്ധ ദിനം. പാരമ്പര്യങ്ങളുടെ വലിയ നുകമൊന്നും നമ്മുടെ തോളിൽ ആരും വെച്ച് തന്നിട്ടില്ല എങ്കിലും, ഫരിസേയർ ഇവിടെ ചോദിക്കുന്ന പോലത്തെ വലിയ നിഷിദ്ധമായ കൽപ്പനകളൊന്നും പാലിക്കേണ്ടതില്ല എങ്കിലും, ഈ കർത്തൃദിനത്തിൽ, ഈ വിശുദ്ധ ദിനത്തിൽ, ഹോളിയായിരിക്കുന്ന ഡേയിൽ, ഹോളി ഡേയിൽ, ഞായറാഴ്ചകളിൽ ഒരല്പസമയം അവനായി, അവൻ്റെ വിശുദ്ധ ബലികളിൽ പങ്കെടുക്കുവാനായി സമയം കണ്ടെത്തുവാൻ കഴിയുന്നവരാകട്ടെ നാം ഓരോരുത്തരും എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.